ഇന്ന് 59 ദിവസം തികയാണ് ഈ സമരം തുടങ്ങിയിട്ട്. ഈ സമരം എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെ ഒരു തീരുമാനത്തിലെത്താത്തത്? കേരളത്തിലെ സർക്കാർ കണ്ടില്ലെന്നടിക്കുന്നു, CPM നിങ്ങളെ നിരന്തരമായി അധിക്ഷേപിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്? പിന്നിൽ എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളോട് ഉള്ളൊരു മുൻഗണന സർക്കാർ മാറ്റിയിരിക്കുന്നത് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 59 ദിവസം ഈ അതിജീവന രാപ്പകൽ സമരം പിന്നിടുകയാണ്. അതോടനുബന്ധിച്ചുള്ള അനിശ്ചിതകാല നിരാഹാര സമരം 21-ാം ദിവസത്തിലേക്ക് നടക്കുന്നു. കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾ, ആശാവർക്കർമാരായി പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ 233 രൂപയ്ക്ക് പണിയെടുക്കാൻ നിർബന്ധിതരായൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു അതിജീവന സമരവുമായി വന്നത്. പക്ഷേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യവും പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകാത്തൊരു സാഹചര്യം. ഗവൺമെൻറ്റിന് കടുംപിടുത്തമാണ്, പിടിവാശിയാണ്. ആ പിടിവാശിയുടെ പിന്നിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളെ മറക്കുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുകയാണ്. കാരണം ഇതൊരു ജനാധിപത്യ സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരാണെന്ന് അവകാശപ്പെടുന്നു, സ്ത്രീപക്ഷ ഗവൺമെൻറ്റാണെന്നൊക്കെ അവകാശപ്പെടുകയാണ്. പക്ഷേ തെരുവിൽ 59 ദിവസമായി സ്ത്രീകൾ ഇങ്ങനെ പൊരിവെയിലത്തും പെരുമഴയത്തും ഒക്കെ ഇരുന്നിട്ടും യാതൊരു പരിഗണനയും ഇല്ല എന്ന് മാത്രമല്ല, സമരത്തെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും പരിഹസിക്കാനും അശ്ലീലം പറയാനും ശ്രമിക്കുന്ന നേതാക്കന്മാരെ തിരുത്തുന്നില്ല എന്ന് പറയുന്ന ഒരു അപകടകരമായൊരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഇത് കേരള സമൂഹം കാണുകയാണ്. കേരളത്തിൻ്റെ മനസ്സാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളും സർക്കാരിൻ്റെ ഈ നടപടിയെ അപലപിക്കുകയും സമരം ചെയ്യുന്നത് ന്യായമാണെന്ന് പറയും. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ആശാവർക്കറുടെ സേവനം കിട്ടാത്ത ഒരാൾ പോലും ഈ കേരളത്തിലുണ്ടായിട്ടില്ല. കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച പുരോഗതിയിൽ നേടുന്ന നേട്ടങ്ങളിൽ ആശാവർക്കർമാർ നടത്തുന്ന പങ്കും ചെറുതല്ല. അപ്പോൾ അത്രയുമേറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പാടെ അവഗണിക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ മുൻഗണന മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഈ പിടിവാശിയുടെ ആവശ്യമില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടന 12 വർഷം മുമ്പ് രൂപീകരിച്ച് രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ്. എന്ന് മാത്രവുമല്ല, ഇതൊരു സ്വതന്ത്ര സംഘടനയാണെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി നിലവിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാം. കാരണം കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്ന ഭരണാധികാരികൾ അവരുടെ യൂണിയനുകൾ നിശബ്ദരായിരിക്കുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആത്മാർത്ഥത ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനെ ഒരു സമരമല്ല പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വേണ്ടത്. ആര് ഭരിച്ചാലും പണിയെടുക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ളൊരു വേദി നമുക്ക് കേരളത്തിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനൊരു സ്വതന്ത്ര സംഘടന രൂപീകരിച്ചത്. ആ സംഘടന ഇന്ന് കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷിയുടെ മുഴുവൻ അംഗീകാരം നേടിക്കൊണ്ടാണ് പോകുന്നത്. കേരളത്തിലൊരു റഫറൻഡം നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആ റഫറൻഡത്തിൽ 99.99% ആളുകളും ഈ സമരം ന്യായമാണെന്നും ഇത് എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഈ ഇപ്പോഴുള്ള നിലപാടിൽ നിന്ന് പിൻവാങ്ങണം. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ദിവസം 700 രൂപ മിനിമം വേതനം എന്നാണ്. അത് ഏറ്റവും പരിമിതമായൊരു വേതനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നൽകണം. അതോടൊപ്പം തന്നെ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് പിരിച്ചുവിടപ്പെടുന്ന സമയത്ത് അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നൽകണം. ദീർഘകാലം ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവരുടെ വാർദ്ധക്യകാലത്ത് വെറും കൈയോടെ ഇറങ്ങിപ്പോകേണ്ടത് അങ്ങേയറ്റം ക്രൂരതയാണ്. അപ്പോൾ അതും പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടിയന്തര ആവശ്യകത. അവർ നേരത്തെ 700 രൂപയാക്കണം എന്ന് പറഞ്ഞ് ഒരു രേഖ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 700 രൂപ ആക്കാൻ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറിപ്പോകുന്നത്? ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് കോവിഡ് വരുന്നത്. ആ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ, ആശാവർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ ഒന്നാകെയും കൈമയും മറന്ന് പ്രവർത്തിച്ച സമയമാണ്. നിരവധി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർമാരടക്കമുള്ള ആശാവർക്കർ സ്ഥിരമായി കൃത്യമായും ആശാവർക്കർമാരും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കോവിഡ് ബാധിച്ച്. ആശാവർക്കർമാരുടെ കുടുംബാംഗങ്ങൾ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തിയ ശേഷം നേടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചു. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെയായിരുന്നു ആ ഒരു പ്രചാരണം നടത്തിയത്. അതുകൊണ്ട് പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 700 രൂപയാക്കാമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. അതൊരു വാഗ്ദാനമായിരുന്നു. പക്ഷേ നമുക്കറിയാം, വാഗ്ദാനങ്ങൾ പൊതുവിൽ നടപ്പാക്കാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇടതു മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച വാഗ്ദാനത്തിൽ ജനങ്ങൾ അത് ശരിയാണെന്ന് തന്നെ വിശ്വസിച്ചു. കാരണം ലോകം മുഴുവൻ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയതിന് ശേഷം വന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷേ അത് നടപ്പിലാക്കാൻ തയ്യാറല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് കണ്ടില്ല എന്നടിക്കുകയാണ്. നമ്മളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ പരിഹസിക്കുകയാണ്. മാത്രവുമല്ല, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPIM
ഈ ഘടകകക്ഷിയിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന എന്ന് പറയുന്ന അവകാശപ്പെടുന്ന CPMൻ്റെ ട്രേഡ് യൂണിയൻ CITU കഴിഞ്ഞ ജനുവരി മാസം 25-ാം തീയതി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അവരാവശ്യപ്പെട്ടിരുന്നത് 15,000 രൂപ ഓണറേറിയം. ഞങ്ങൾ 21,000. അപ്പോൾ 15,000 ഓണറേറിയം കൊടുക്കാൻ അവർ തയ്യാറാണോ? അല്ല. ഇപ്പോൾ അവരതും പിൻവലിയാണ്. അവരതും പറയില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നു. ഞങ്ങൾക്കിവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കാരണം PSC അംഗങ്ങൾക്ക് കൊടുത്തത്, അല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകർക്ക് കൊടുത്തത്, KV തോമസിന് കൊടുത്തത് തുടങ്ങി നിരവധി നമ്മൾ കാണുകയാണ്. ഹെലികോപ്റ്ററിൻ്റെ വാടക കൊടുക്കുന്നു. ഇപ്പോൾ 4-ാം വർഷത്തെ ആഘോഷം നടക്കാൻ പോകുന്നു. ഇങ്ങനെ തുടങ്ങി ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ഞങ്ങളുടെ സമരം തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഞങ്ങളുടെ പുറത്ത് ഞങ്ങൾ അനാവശ്യമാണ് ചോദിക്കുന്നത് പറയുന്നത്, ആ പ്രയോഗം തന്നെ അനാവശ്യമാണെന്നാണ്. അത് തീർച്ചയായും ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ജനകീയ സമരങ്ങളെ എല്ലാം തിരിഞ്ഞു പോലും നോക്കാത്തൊരു സമീപനമാണ്. ഇപ്പോൾ മുനമ്പം വിഷയമാണെങ്കിൽ അത് വേറൊരു വിഷയമാണെങ്കിൽ തന്നെ ജനങ്ങളുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും ബേസിക് ആവശ്യമാണ് കിടപ്പാടം എന്നുള്ളത്. ഇതതുപോലെ തന്നെ ആശാവർക്കർമാർ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാൽ ജനകീയ സമരങ്ങളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ, ഒന്ന് വന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും ശ്രമിക്കാതെ ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി മാറി ഒരു ക്യാപിറ്റലിസ്റ്റിക് രീതിയിലേക്ക് മാറുകയാണ് ഇവരുടെ ഒരു. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞങ്ങൾ ഈ 59-ാമത്തെ ദിവസം ഇവിടെ സമരമുഖത്തിരിക്കുമ്പോഴും നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്തി, പണിയെടുത്താൽ കൂലി ചോദിക്കുന്ന ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ മുൻഗണനാക്രമം മാറിയെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് എല്ലാ കാലത്തേക്കും നടക്കില്ല. കാരണം ഇത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഒരു മുതലാളിയുടെ അടുത്ത് സമരം ചെയ്യുമ്പോൾ തൊഴിലാളിക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ ലാഭത്തിൽ കുറയാണ്, കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ലാഭത്തിലൊരു കുറവ് വരുന്നു കൊടുക്കുന്നത്. പക്ഷേ ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണ്. ഇത് അതുകൊണ്ട് തന്നെ ഖജനാവിൻ്റെ അടുത്ത് അത് ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെയോ അവരുടെ ഫണ്ടിൽ നിന്ന് എടുത്തായിരുന്നല്ല. ഇത് പൊതുജനം നൽകിയിരിക്കുന്ന നികുതിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവരതിനെ കാണേണ്ടുന്ന വശം മറ്റൊരു വശത്തൂടെയാണെന്ന് ഞങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും അത് പരിഗണിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകുകയാണ്. കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൈ കഴുകുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇതിൽ ആരാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു തടസ്സമായി നിൽക്കുന്നത്? ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ഉണ്ട്. പക്ഷേ ഈ പദ്ധതിയെ അതത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി വിനിയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഓണറേറിയം കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിനകത്ത് ഒരു സംസ്ഥാനമില്ല, അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ, അവിടെ സംസ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ അവരൊരു വർദ്ധിച്ച ഇൻസെൻറ്റീവാണ് ലക്ഷദ്വീപിലെ നിവാസികൾക്ക് ആശാവർക്കർമാർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ലല്ലോ. ഇവിടെ സംസ്ഥാനത്തിൻ്റേതായ നിരവധി ആവശ്യകതകൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്, പണി ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഓണറേറിയം കൊടുക്കുന്നു. അങ്ങനെ തീരുമാനിച്ച ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഒരു മിനിമം ജീവിച്ചിരിക്കാനുള്ള കൊടുക്കണം. കാരണം മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത വണ്ണമുള്ള ഇന്ന് വലിയൊരു സമ്മർദ്ദം ഈ ആശാവർക്കർമാരുടെ പുറത്തുണ്ട്, വലിയ ജോലിഭാരമാണ്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ആ ഓണറേറിയം വർദ്ധിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയും സംസ്ഥാന ഗവൺമെൻറ് ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ടും 2 പാർട്ടാണ്, 2 കമ്പോണൻ്റാണ്. അതിനെ അങ്ങനെ തന്നെ നോക്കിക്കാണുന്നതാണ്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലയെ കെട്ടിവെക്കാൻ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ആശാവർക്കർമാരെ തൊഴിലാളിയായി പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന് ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ഈ സമരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടുത്തെ എല്ലാ ട്രേഡ് യൂണിയനുകളോട്ട് ആലോചിച്ചുകൊണ്ട് സംയുക്തമായി പോകുന്നതിനൊരു തടസ്സമില്ല. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് നിർവഹിക്കാൻ ഈ ഗവൺമെൻറ്റിനെ പറ്റുള്ളൂ, കേന്ദ്രത്തിന് കഴിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമരമായിട്ട് നിങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്? 2024 ഏപ്രിൽ 20 വന്ന ലിസ്റ്റാണ് ഞങ്ങളുടെ ലിസ്റ്റ്. ഇപ്പം 2025 ഏപ്രിൽ 9 തീയതി. ഇനി ഞങ്ങൾ ലിസ്റ്റ് കഴിയാൻ വെറും 9 ദിവസം മാത്രമേ ഉള്ളൂ. ഇതുവരെ ആയിട്ട് 232 ഫ്രഷ് വേക്കൻസി നമുക്ക് വന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ 812 കുട്ടികളെടുത്തു, അതിന് മുന്നിൽ 700 സംതിങ് കുട്ടികളെടുത്തു. ഞങ്ങൾക്ക് മാത്രം 232. അപ്പോൾ ഇത്രയും നല്ല മാർക്ക് വാങ്ങി പഠിച്ച് റാങ്ക് മേടിച്ച് അതും പോരാഞ്ഞ് ഫിസിക്കൽ എക്സാമും പാസ്സായി കഷ്ടപ്പെട്ട്
പെൺകുട്ടികളല്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല. എന്നിട്ട് പാസ്സായിട്ട് ഞങ്ങൾക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു പോയില്ല. ഇത്രയും നാൾ ഞങ്ങൾ 11.5 മാസം ഞങ്ങൾ ഇങ്ങനെ സമരത്തിന് ഇറങ്ങിയിട്ടില്ല. സമരം ചെയ്യുന്ന അറിയുമില്ല. ഒരു നിസ്സഹായ അവസ്ഥയിൽ വന്ന് ഇവിടെ കിടന്നു പോയതാണ്. ഞാനൊക്കെ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അറിയില്ല, ഞങ്ങൾ തെരുവിൽ കെടുക്കാനും ഇതിൻ്റെ രീതികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് കൂട്ടിലിരിക്കുന്ന പോലീസുകാരെ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വേദന കൂടുന്നേ ഉള്ളൂ. അവർ നിസ്സഹായ. ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ഒരു മിനിമം ഒരു 60% എങ്കിലും ഞങ്ങൾക്ക് വേക്കൻസി വരണം. അത്രയെങ്കിലും വരണം. ഇപ്പോൾ ഒരു 30% മാത്രമാണ് ഞങ്ങൾ ലിസ്റ്റ് നിൽക്കുന്നത്. അത്രയെങ്കിലും നീതി ഞങ്ങളോട് കാണിക്കണം. എങ്കിലും ഞങ്ങളുടെ ലിസ്റ്റ് കുറച്ചെങ്കിലും കുട്ടികൾ കയറിപ്പോകും. കാരണം ഇതിൽ പലരും ഏജ് ഓവറായ ആൾക്കാരാണ്. അവർക്ക് ഇനി എക്സാം എഴുതാൻ പറ്റില്ല. പിന്നെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ആ വേദനയൊക്കെ സഹിച്ച് ഗ്രൗണ്ടിലൊക്കെ പാലൂട്ടുന്ന അമ്മമാരൊക്കെ വന്ന് ഓടിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവമൊക്കെ ഓവർകം ചെയ്ത് അങ്ങനെയൊക്കെ വന്ന കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജോലിയെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അർഹതപ്പെട്ടത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ വെറും ഒരു ലിസ്റ്റിൽ വന്നിട്ട് വേണമെന്ന് പറയുന്നതല്ല. നല്ല മാർക്കോട് കൂടി വന്ന് 967 കുട്ടികൾ മാത്രമുള്ള മെയിൻ ലിസ്റ്റിൽ 300-400 റാങ്ക് മേടിച്ച കുട്ടികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ വന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളെക്കാളും താഴ്ന്ന റാങ്ക് വാങ്ങിച്ച 600 റാങ്ക് മേടിച്ച, അല്ലെങ്കിൽ അതിലും താഴ്ന്ന റാങ്ക് വാങ്ങിച്ച കുട്ടികൾ ജോലി കയറി പോയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഇല്ല എന്ന് മാത്രം ഞങ്ങളെ ചോദ്യം. അതിന് പ്രതിഷേധമല്ല, ഞങ്ങളെ സങ്കടമാണ്. ഞങ്ങൾക്ക് മിനിമം ഒരു 60% ഞങ്ങളെ ലിസ്റ്റിൽ നിന്ന് എടുക്കണം. അത്രയെങ്കിലും നീതി ഞങ്ങളോട് പാലിക്കണം. എന്ത് വിഷയം ഉന്നയിച്ചാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്? എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത്, മുൻ വർഷങ്ങളിൽ 600, 700, 800 പ്ലസ് വേക്കൻസികൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഇപ്പം നിലവിൽ 232 ഫ്രഷ് വേക്കൻസി മാത്രമാണ് നിലവിൽ പോയിട്ടുള്ളത്. ബാക്കി 292 വേക്കൻസി എന്ന് പറയുമ്പോൾ NJDയും ഡിലീഷനും കൂടെ കൂട്ടിയിട്ടാണ് ഇത്ര വേക്കൻസികൾ പോയിട്ടുള്ളത്. നമ്മൾ ഈ 11 മാസവും നമ്മൾ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങുന്ന സമയത്തെല്ലാം നമുക്ക് വ്യക്തമായിട്ടുള്ള വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വേക്കൻസി നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാക്സിമം ആളുകളെ എടുക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ 11 മാസക്കാലം നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ അവസാന നിമിഷമാണ് അവർ പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് 0 വേക്കൻസി മാത്രമാണ് ഇനി മിച്ചമുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത്, ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്നൊരു മൊത്തം ആളുകളെ ഞങ്ങൾക്ക് എടുക്കണമെന്നില്ല. കാരണം ലിസ്റ്റിൽ നിന്നൊരു പകുതി ആളുകളെ എടുത്താൽ തന്നെ ഞങ്ങൾ ലിസ്റ്റിൻ്റെ ഏകദേശം കംപ്ലീറ്റ് എടുക്കുന്ന രീതിയിൽ തന്നെയാവും. കാരണം ഈ ലിസ്റ്റിൽ നിന്ന് NJD ഡിലീഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ മാത്രമേ മിച്ചുള്ളൂ. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സേനയിൽ 15% സ്ത്രീ പ്രാതിനിധ്യം കൂട്ടുമെന്നുള്ളത്. ആ ഒരു വാഗ്ദാനമെങ്കിലും നിറവേറ്റണം എന്നൊരാഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ഞങ്ങളുടെ മുന്നിൽ വെറും 10 ദിവസം മാത്രം വെച്ചുള്ളൂ. അതിൽ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് 4 ദിവസം മാത്രം വെച്ചുള്ളത്. അതിൽ ഈ ഒരു ഇന്നത്തെ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രത്തോളം, ഇനി ഞങ്ങൾ ഉപവാസ സമരമാണ് എല്ലാവരും. അത്രത്തോളം ഞങ്ങൾ കാത്തിരിക്കുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു നീതി ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ അത്രത്തോളം എല്ലാവരും സ്ട്രെസ്ഡാണ്. ഇപ്പം 2 പേരാണ് ഇപ്പം നിരാഹാര സമരത്തിലുള്ളത്. അത്രത്തോളം വിഷമത്തോടെ ഇന്ന് കാത്തിരിക്കുക ക്യാബിനറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നത്. ചർച്ചയ്ക്ക് വല്ലതും വിളിച്ചോ? ഇതുവരെ ചർച്ചയ്ക്ക് നിലവിൽ ഞങ്ങളെ വിളിച്ചിട്ടില്ല. പക്ഷേ അവിടുന്ന് ഇന്ന് ക്യാബിനറ്റിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യം ഇപ്പം മുന്നോട്ട് വരാനുള്ള കാരണം? നമ്മൾ 595/2022 ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന ഒരു അനിശ്ചിതകാല നിരാഹാര സമരമാണ്. നമ്മൾ ഈ ഒരു സമരത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് വേക്കൻസി കുറവാണ് ഇത്തവണ വന്നേക്കുന്നത്. വേക്കൻസി കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് 30% പോലും എടുത്തിട്ടില്ല. നമുക്ക് ആകെ 967 പേരുടെ ലിസ്റ്റിൽ നിന്ന് 232 ഫ്രഷ് വേക്കൻസി മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മളൊരു 11.5 മാസമായിട്ട് നമ്മൾ ഇനി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ആ സമയങ്ങളിലെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് വേക്കൻസി വരുമെന്ന്. പക്ഷേ നമ്മുടെ റാങ്ക് ലിസ്റ്റ് കഴിയാറായി. ഏപ്രിൽ 19 അവസാനിക്കുകയാണ്. ഇനിയൊരു കൂടിപ്പോയൊരു 10 ദിവസം പോലും ഇല്ല. അത്രയും സമയമായിട്ട് നമുക്ക് വേക്കൻസി വരാത്തതുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ 2 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നത്. ഇന്ന് നമ്മുടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൻ്റെ 8ാമത്തെ ദിവസമാണ്. ആ സമയത്ത് നിരാഹാരം കിടക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൂട്ട ഉപവാസമാണ് ഇന്ന് രാവിലെ മുതൽ. ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട CM സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, LDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് കേരളത്തിലെ പോലീസിലേക്ക് 15% വനിതകളെ ആക്കുമെന്നുള്ളത്. അത് എത്രയും വേഗം തന്നെ നടപ്പിലാക്കുക. കാരണം ഇപ്പം 56,000-ഓളം പുരുഷ പോലീസ് ഉള്ളിടത്ത് വനിതകൾ 5,000 താഴെയുള്ളൂ. എങ്ങനെ നോക്കിയാലും ഒരു 15% എന്ന് പറയുമ്പോൾ 5,000-ന് മുകളിൽ ആളുകൾ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേക്കൻസി ഇല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മൾ വിവരാവകാശം വെച്ച സമയത്ത് നമുക്ക് 570 വേക്കൻസിയോളം വിവരാവകാശ രേഖയിലുണ്ട്. അതിൽ 570 നമുക്ക് വേണമെന്ന് നമ്മൾ പറയുന്നില്ല. നമുക്ക് അതിൽ നിന്നൊരു 350 വേക്കൻസിയോളം നമുക്ക് വേണം. കാരണം കാലാകാലങ്ങളിലായിട്ട് 700-ന് പുറത്ത് നിയമനങ്ങൾ നടന്ന ഒരു പോസ്റ്റാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇത്രയും കുറവ് വേക്കൻസി വന്നതെന്ന് പറയുന്നത് അവർ പറയുന്നത് സാമ്പത്തിക മാധ്യമം എന്നാണ്. പക്ഷേ സാമ്പത്തിക മാധ്യമം ഉണ്ടെങ്കിൽ വർഷാവർഷമായിട്ട് നോട്ടിഫിക്കേഷൻ ഇടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ലിസ്റ്റിലെ ആളുകൾക്ക് നിയമനം കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടാൽ പോരായോ? ഇതിപ്പോൾ നമ്മുടെ ഫിസിക്കൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അടുത്ത എക്സാം വന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പുതിയ നോട്ടിഫിക്കേഷനും വന്നു. വേക്കൻസി ഇല്ല എന്ന് പറയുന്നിടത്ത്, അതുപോലെ സാമ്പത്തിക മാധ്യമം എന്ന് പറയുന്നിടത്തും ഇപ്പോൾ ഉള്ള ലിസ്റ്റിൽ നിന്ന് നിലവിൽ ആൾക്കാരെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അതെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വിട്ടാൽ മതിയല്ലോ. നമ്മുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് കേരളത്തിലെ വനിതാ പോലീസ് സ്റ്റേഷനുകളിലേക്ക് 15% വനിതകളെ ആക്കുക. അതുപോലെ തന്നെ 350 വേക്കൻസി RTI പ്രകാരമുള്ള 570 വേക്കൻസിയിൽ 350 വേക്കൻസിയോളം നമുക്ക് കിട്ടുക. ഈ ലിസ്റ്റിലുള്ള 350 വേക്കൻസി നമുക്ക് മതി. അത്രയും നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ സമരം തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതുപോലൊക്കെ നമ്മളെ ഇതുവരെയും ചർച്ചയ്ക്കൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വിളിച്ചിട്ടില്ല. അതിന് എല്ലാവരും പറയുന്ന റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുറകിൽ മറ്റ് സംഘടനകളൊന്നുമില്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കത്തില്ല എന്നാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് ഈ സർക്കാർ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു സംഘടനയും ഇതുവരെ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചൊന്നും വന്നിട്ടില്ല? ഇല്ല, നമുക്ക് ഇതുവരെ ആരും വന്നിട്ടും ഇല്ല. നമ്മൾ എന്താണോ ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കാരണം സർക്കാർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ക്യാബിനറ്റിൽ ഇന്നൊരു നമുക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ക്യാബിനറ്റിന്റെ തീരുമാനം പോലെ ഇരിക്കും ഇനി മുന്നോട്ടുള്ള സമര പരിപാടികൾ.